ഓസ്ട്രേലിയയിലെ മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയം. ആദ്യത്തെ ഞങ്ങളുടെ ഒരു വിസിറ്റ് ഇവിടെയാണ്. ആദ്യ ദിവസമാണ് ഈ മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാൻ വരുന്നത്. MCG എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മെൽബൺ ക്രിക്കറ്റ് ക്ലബ്ബും ഒക്കെ അടങ്ങിയ അതിവിശാലമായ ഒരു പ്രദേശമാണ് മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയം. അതിരാവിലെ ആയതുകൊണ്ട് ഇവിടെ ആളുകൾ അധികം വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ട്രിപ്പിലെ ആദ്യത്തെ ഞങ്ങളുടെ പ്രോഗ്രാം മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു. മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയം 1858 MCGയിൽ നടന്ന ഫുട്ബോൾ മത്സരം അമ്പയർ ചെയ്ത ക്രിക്കറ്റ് കളിക്കാരനായിരുന്ന ടോം വിൽസനാണ്. അദ്ദേഹം കളിക്കാരോടൊത്ത് കളി നിയന്ത്രിക്കുന്ന പൂർണ്ണകായ പ്രതിമയായാണ് ഇവിടെ നിലകൊള്ളുന്നത്. ഈ സ്റ്റേഡിയത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രതിമ കൂട്ടവും ഇതുതന്നെ. സാധാരണ ഗ്രൗണ്ടിലേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്ന 3-ാം നമ്പർ ഗേറ്റിൽ എത്തിച്ചേരാൻ നിർദ്ദേശിച്ച ഞങ്ങളുടെ ഗൈഡ് പ്രവേശന ടിക്കറ്റിനായി പുറപ്പെട്ടു. ഒളിമ്പിക് സ്റ്റാൻഡ് 2003 അതുകൂടാതെ ബാക്കിൽ MCG വരും. പുതിയ പേര് കിട്ടുന്നുണ്ട്. 1853 MCG ഇന്ന് കാണുന്ന യാര നദീതീരത്ത് സ്ഥാപിക്കപ്പെട്ടു. 1854 ആദ്യ ക്രിക്കറ്റ് മത്സരം നടന്നത്. ഓസ്ട്രേലിയയിലെ പ്രാദേശിക ടീമുകൾ തമ്മിലായിരുന്നു മത്സരം. 1856 മാർച്ചിൽ ആദ്യ ഇൻ്റർ കൊളോണിയൽ ക്രിക്കറ്റ് മത്സരം അരങ്ങേറി. വിക്ടോറിയയും ന്യൂ സൗത്ത് വെയിൽസും തമ്മിലായിരുന്നു മാറ്റുരച്ചത്. ത്തിലെ ആദ്യ ഏകദിന മത്സരത്തിന് വേദിയായതും MCG തന്നെ. 1971 ജനുവരി 5 ഇംഗ്ലണ്ട് ഓസ്ട്രേലിയൻ പോരാട്ടത്തിൽ 5 വിക്കറ്റിന് ഓസ്ട്രേലിയ ജയിച്ചു. ക്രിക്കറ്റ് മാമാങ്കങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണികൾ പങ്കെടുത്ത റെക്കോർഡ് 2015 ലോകകപ്പ് ഫൈനൽ മത്സരത്തിനായിരുന്നു. ഓസീസും ന്യൂസിലൻഡും തമ്മിൽ നടന്ന കളി കാണാനെത്തിയത് 93,000 ആൾക്കാരായിരുന്നു. 1956 മെൽബൺ ഒളിമ്പിക്സ് മത്സരവേദിയായും ഈ സ്റ്റേഡിയം പ്രയോജനപ്പെടുത്തി. കൂടാതെ 1942 മുതൽ 1945 വരെ രണ്ടാം ലോക മഹായുദ്ധ കാലയളവിൽ സൈനിക ആവശ്യത്തിനും MCG ഉപയോഗിച്ചതായി പറയപ്പെടുന്നു. 2 ലക്ഷം സൈനികരെയാണ് ഇവിടെ ബാരക്ക് ചെയ്തത്. വിശിഷ്ട വ്യക്തികൾക്കും പ്രീമിയം അംഗങ്ങൾക്കും കളി കാണുന്നതിന് വിശേഷാൽ ഇരിപ്പിടങ്ങളും ലോഞ്ചുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബാറുകളും മറ്റ് പാർലറുകളും നിരവധിയായ ഷോപ്പുകളും അകത്തളങ്ങളിൽ കാണാം. പ്രധാനമായും ഇവയെല്ലാം പല നിലകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. സച്ചിൻ തെണ്ടുൽക്കർ ഈ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. സ്റ്റേഡിയം പല നിലകളിലായി കാണപ്പെടുന്നു. താഴെ നിലകളിലേക്ക് പോകുമ്പോൾ കളിക്കാരുടെ ലോഞ്ചുകളും വിശ്രമ സങ്കേതങ്ങളും തെറാപ്പി സെൻ്ററുകളും പ്രാഥമിക ശുശ്രൂഷ പവിലിയനുകളും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ട ക്യാൻറ്റീനുകളും ഉത്തേജക മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന കേന്ദ്രങ്ങളും അതുപോലുള്ള നിരവധി കാഴ്ചകളും വളരെ പ്രധാനപ്പെട്ട ഒരു ആകർഷകമായിരുന്നു. എന്തായാലും 1-ാം ദിവസത്തെ ആദ്യത്തെ പരിപാടി മതിയാവോളം ആസ്വദിച്ചാണ് ഞങ്ങൾ മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും മടങ്ങിയത്. ഓസ്ട്രേലിയൻ സ്പോർട്സ് മ്യൂസിയം വളരെ ആകർഷകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്.